ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് യാദർച്ഛികമായി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന കൂടുതൽ ഒരു വീഡിയോ കണ്ടു. പക്ഷേ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് വീഡിയോ ഞാൻ കാണിക്കാം. അതിന് മുമ്പ് ഇതിപ്പോൾ എൻ്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ മാത്രം അഭിപ്രായമാണ്. മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എങ്കിലും അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും നമ്മുടെ ഈ സ്ഥലത്ത് മാത്രമേ ഇങ്ങനെ നടക്കത്തുള്ളൂ കേട്ടോ. വേറെ എവിടെയും നടക്കില്ല. സത്യമാണ്. കാരണം ഇത്രയും എന്താ പറയുക, ഊമ്പിയ ചിന്താഗതിയുള്ള നാട് നമ്മളെ നാട് മാത്രമേ കാണൂ. കുറ്റം പറയുമല്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, വീഡിയോ ഒന്ന് കണ്ടിട്ടോ. അതായത് ഉണ്ടയൊക്കെ മാറി. തിങ്കളും ബുധനും പച്ച മത്സ്യമുണ്ട്. ശനിയാഴ്ച ആട്ടിറച്ചി 100 ഗ്രാമിന്റെ ആട്ടിറച്ചി കൊടുക്കും. തിങ്കളും ബുധനും 140 ഗ്രാമിന്റെ പച്ച മത്സ്യം. ബാക്കിയുള്ള ദിവസങ്ങളിൽ പച്ചക്കറിയാണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 250 ഗ്രാം അരിയുടെ ചോറ് കൊടുക്കും. അരിയുടെ ചോറാണ്. വൈകുന്നേരം 200 ഗ്രാം അരിയുടെ ചോറ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയാണ്. അത്ര കഴിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മളെ ഒരു കാക്കിലോ നമ്മൾ പറയുന്നില്ല, അത്രയും നമ്മൾ അരിയുടെ ചോറ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇത് വെന്ത് വരുമ്പോൾ കൂടുതൽ. രാവിലെ 200 ഗ്രാമിന്റെ ഗോതമ്പാണ് കൊടുക്കുക. ഇപ്പോൾ ഗോതമ്പ് ചപ്പാത്തിയുടെ ഒരു ഫോമിൽ നമ്മൾ കൊടുക്കുന്നത്. ചപ്പാത്തി രാവിലെ ഇപ്പം ഞായറാഴ്ചയാണ് ഇഡ്ഡലിയോ ദോശയോ, അതിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടാവും. തിങ്കളാഴ്ച ചപ്പാത്തിയും കടലക്കറിയും. ചൊവ്വാഴ്ച ഉപ്പുമാവും ഗ്രീൻ പീസ് കറിയും. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. ഇത് ഒരിക്കലും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡിന്റെ കണക്കല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇത് ജയിലിലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഇവിടെ അകത്തോട്ട് പോയ മഹത് വ്യക്തികളില്ലേ, അവർക്ക് കൊടുക്കുന്ന ഫുഡിന്റെ കാര്യം പറയുന്നത്. എത്ര കുട്ടികളാണെന്നറിയാമോ ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ സ്കൂളിൽ വന്നിരിക്കുന്നത്? അറിയാമോ നിങ്ങൾക്ക്? എത്ര പേർക്കറിയാം? ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു നേരത്തെ ഫുഡ് കൊണ്ടുപോകാൻ പറ്റാതെ, ഉച്ചനേരം കൊണ്ടുപോകാൻ പറ്റാതെ സ്കൂളിലെ പിള്ളേർ കഴിക്കുന്നത്, അതായത് കൂട്ടുകാർ കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരി കഴിച്ചിട്ട് അവരെ വിശപ്പടക്കി തിരിച്ച് വീട്ടിൽ പോകുന്ന പിള്ളേർ. പണ്ടൊക്കെ ചോറുണ്ടായിരുന്നു, ഇപ്പോഴും കാണും. വെള്ളച്ചോറും പയർ തോരനും ഒക്കെയാണെന്ന് തോന്നുന്നു. എൻ്റെ സമയത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. അംഗൻവാടിയിൽ ഇപ്പോഴും ഉപ്പുമാവാം, കഞ്ഞിയും പയറും കുട്ടികൾക്ക്. പിന്നെ ഏതൊരു കുട്ടിയുടെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഒരു നേരം അങ്ങോട്ട് ബിരിയാണി ആക്കിയെന്ന് എനിക്ക് തോന്നുന്നു. എന്തല്ലേ, നമ്മുടെ കുട്ടികളല്ലേ കഴിച്ച് വളരേണ്ടത്? ഇത്രയൊക്കെ ആയിട്ടും നമ്മുടെ ഗവൺമെൻറ് ഇതൊന്നും ശ്രദ്ധിക്കാത്തത് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കുന്നത്? അമ്മേനെ കൊന്നു, അച്ഛനെ കൊന്നു, പെങ്ങളെ പീഡിപ്പിച്ചു, കൊച്ചിനെ കിണറ്റിലിട്ടു. എന്തൊക്കെ വാർത്തകളാണ് കേൾക്കുന്നത്, എന്തൊക്കെ കുറ്റകൃത്യങ്ങളാണ് ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്ത് ഞാനിപ്പോഴത്തെ ജനറേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒട്ടും സഹിച്ചില്ല, ദഹിച്ചില്ല. അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരാൾ കേട്ടായിരിക്കും, 2 പേര് കേട്ടായിരിക്കും, ചിലപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യും. ഇത് ഫുള്ളായിട്ട് കേൾക്കത്ത പോലുമില്ല. പക്ഷെ ചിന്തിച്ച് നോക്കാം. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.